അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫോർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ്സിലെ അറബി സെക്കൻഡ് ടേം പരീക്ഷയുടെ അഥവാ ക്രിസ്മസ് പരീക്ഷയുടെ മുൻ വർഷങ്ങളിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ടീച്ചർ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതേ ഒരു പാറ്റേൺ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ വർഷങ്ങളിലേക്ക് നടക്കുന്ന സെക്കൻഡ് ടേം പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കിതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. നോക്കൂ, അൽ ഹിക്കായ നഖ്റഉൽ ഹിക്കായ വനുജീബു അനിൽ അസ്ഇലത്തി താലിയ. നഖ്റഉൽ ഹിക്കായ അവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഹിക്കായാണ് കേട്ടോ, ഒരു ഉദ്ധരണി, ഒരു സ്റ്റോറിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വനുജീബു അനിൽ അസ്ഇലത്തി താലിയ, എന്നിട്ട് അത് നിങ്ങൾ വായിച്ചതിന് ശേഷം താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് കേട്ടോ. നുജീബു എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാമെന്നാണ്. അനിൽ അസ്ഇലത്തി താലിയ താഴെ കൊടുത്തിട്ടുള്ളതായ ചോദ്യങ്ങൾക്ക്. മനസ്സിലായല്ലോ? നോക്കൂ, മസാഅൻ ഖറജ ഹാഷിമൻ മഅൽ അസ്തിഖാഇ ഇലൽ മൈദാനി വറഔ അൽ ഫളലാത്തി ഫി ജാനിബി ത്വരീഖ്. قال هاشم للأصدقاء هيا ننظف الطريق فأجاب الأصدقاء هذه فكرة جيدة. എന്താണ് പറയുന്നത്? മസാഅൻ ഒരു ദിവസം വൈകുന്നേരം, ഖറജ ഹാഷിം പുറപ്പെട്ടു, അൽ അസ്തിഖായി തൻ്റെ കൂട്ടുകാരോടൊപ്പം പുറപ്പെട്ടു, ഇലൽ മൈദാനി ഗ്രൗണ്ടിലേക്ക്, മൈതാനത്തിലേക്ക് കളിക്കുവാൻ വേണ്ടി പുറപ്പെട്ടു എന്നാണ്. റഔ അപ്പോൾ അവർ അവിടെ കണ്ടു, അൽ ഫളലാത്തി കുറച്ച് വേസ്റ്റുകൾ കണ്ടു എന്നാണ്. ഫളലാത്ത് വേസ്റ്റുകളാണ്. ഫി ജാനിബി ത്വരീഖി വഴിയുടെ അരികിലായിക്കൊണ്ട് കുറച്ച് വേസ്റ്റുകൾ അവർ കണ്ടു. ഖാല ഹാഷിം ലിൽ അസ്തിഖാഇ ഇത് കണ്ട സമയത്ത് ഹാഷിം തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഹയ്യ വരൂ, നുനല്ലിഫു ത്വരീഖ നമുക്ക് വഴി വൃത്തിയാക്കാം. നുനല്ലിഫു നമുക്ക് വൃത്തിയാക്കാം, അത്വരീഖ വഴി നമുക്ക് വൃത്തിയാക്കാം എന്ന് ഹാഷിം തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. ഫഅജാബൽ അസ്തിഖാഉ ഇത് കേട്ട സമയത്ത് കൂട്ടുകാർ ഉത്തരം പറയാണ്. കൂട്ടുകാർ മറുപടി പറയുന്നത് എന്താണ്? ഹാദിഹി ഫിക്റത്തുൻ ജയ്യിദ ഇത് നല്ലൊരു ചിന്തയാണ്. ഹാദിഹി ഇത് ഫിക്റത്തുൻ ജയ്യിദ നല്ലൊരു ചിന്തയാണല്ലോ എന്ന് കൂട്ടുകാർ പറഞ്ഞു എന്നാണ്. അങ്ങനെ ബദഉ അവർ ആരംഭിച്ചു, യുനല്ലിഫൂന ത്വരീഖ ആ വഴി വൃത്തിയാക്കുവാൻ അവർ ആരംഭിച്ചു. ഫറഅത്ത് ഉമ്മു ഹാഷിം അമലൽ ഔലാദി ആ സമയത്ത് ഫറഅത്ത് കണ്ടു, ഉമ്മു ഹാഷിമിൻ്റെ ഉമ്മ കണ്ടു, അമലൽ ഔലാദി ഈ കുട്ടികളുടെ ഈ ഒരു പ്രവർത്തനം ഹാഷിമിൻ്റെ ഉമ്മ കണ്ടു. അങ്ങനെ ഫസനഅത്ത് കഅകൻ വഖദ്ദമത് ലഹും അവരുടെ ഉമ്മ സനഅത്ത് ഉണ്ടാക്കി, ഒരു കഅകൻ ഒരു കേക്ക് ഉണ്ടാക്കി എന്നാണ്. വഖദ്ദമത് ലഹും എന്നിട്ടത് അവർക്ക് നൽകുകയും ചെയ്തു. ഫശക്കറഹ അൽ ഔലാദും ആ സമയത്ത് കുട്ടികൾ അവർക്ക് നന്ദി പറഞ്ഞു, അഥവാ ഹാഷിമിൻ്റെ ഉമ്മക്ക് നന്ദി പറഞ്ഞു എന്നാണ്. ഫഖാലത്തിൽ ഉമ്മു ആ സമയത്ത് ഉമ്മ പറയാണ്, ഹാദ അമലുൻ മിസാലിയുൻ നിങ്ങൾ ചെയ്തൊരു കാര്യം എന്താണ്? അമലുൻ മിസാലിയുൻ മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അൽ മുഹാഫലത്തു അലാ നലാഫത്തിൽ ബിഅ വാജിബുൻ അലൽ ജമീഇ. അൽ മുഹാഫലത്തു സംരക്ഷിക്കുക എന്ന് പറയുന്നത് അലാ നലാഫത്തിൽ ബിഅ പരിസരം അല്ലേ, പരിസരം വൃത്തിയാക്കി സംരക്ഷിക്കുക എന്നുള്ളത് വാജിബുൻ അലൽ ജമീഇ എല്ലാവരുടെ മേലും, എല്ലാ ആളുകളുടെ മേലും ബാധ്യതയാണ് എന്ന് ഹാഷിമിൻ്റെ ഉമ്മ അവരോട് പറയുകയും ചെയ്തു എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഹിക്കായ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഹിക്കായെ ബേസ് ചെയ്തുകൊണ്ട് താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ, ഹാദിഹി ഫിക്റത്തുൻ ജയ്യിദത്തുൻ ഇതൊരു നല്ല ചിന്തയാണ് അല്ലേ. മൻ ഖാല ഹാദ ആരാണിത് പറഞ്ഞത് എന്നാണ് കേട്ടോ. ഹാദിഹി ഫിക്റത്തുൻ ജയ്യിദത്തുൻ എന്ന് ആരാണ് പറഞ്ഞത് എന്നാണ്. ആരായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഹാഷിം നമുക്ക് ആ ഒരു വഴിയെല്ലാം വൃത്തിയാക്കാം എന്ന് പറയുന്ന സമയത്ത് അവൻ്റെ കൂട്ടുകാരാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ. അപ്പോൾ അതിൽ ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത് എന്ന് നോക്കൂ. ഒന്നാമത്തേത് അൽ ഉമ്മ എന്നാണ് കൊടുത്തിട്ടുള്ളത്, ശരിയാണോ? അല്ല, ഹാഷിമാണ് രണ്ടാമത്തായി കൊടുത്തിട്ടുള്ളത്, അതും തെറ്റാണ് അല്ലേ. ശരിയായി വരുന്നത് ജീമാണ് കേട്ടോ. അൽ അസ്തിഖ എന്നുള്ളതാണ് അവിടെ ശരിയായിട്ട് വരുന്നത്. ഈ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മത്താ ഖറജ ഹാഷിം വൽ അസ്തിഖാഇ ഇലൽ മൈദാൻ എപ്പോഴാണ് ഹാഷിമും അവൻ്റെ കൂട്ടുകാരും ഗ്രൗണ്ടിലേക്ക് കളിക്കുവാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടത് എന്നാണ്.
എപ്പോഴായിരുന്നു? അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ. സ്വബാഹൻ രാവിലെ, ബഅദൽ ളുഹ്രി അതായത് ഉച്ചയ്ക്ക് ശേഷം അല്ലേ, ളുഹർ നിസ്കാരത്തിനൊക്കെ ശേഷമുള്ള സമയത്തിനാണ് നമ്മൾ ബഅദൽ ളുഹർ എന്ന് പറയുന്നത്. ബഅദൽ അസ്വരി അസ്വറിന് ശേഷം, ലൈലൻ രാത്രിയിൽ. ഏതായിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? ബഅദൽ അസ്വരി ആയിരിക്കും അല്ലേ. വൈകുന്നേരമാണ് അവർ മൈതാനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ബഅദൽ അസ്വരി എന്നാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. മൂന്നാമത്തെ നോക്കൂ. മാദാ സ്വലാത്തുൽ ഉമ്മുലിൽ ഔലാദി. ഉമ്മ എന്താണ് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്? എന്തായിരുന്നു? കേക്കായിരുന്നു അല്ലേ. അപ്പോൾ അതിലേതാണ്? അഷീർ എന്ന് പറഞ്ഞ ജ്യൂസാണ്, റുസ് എന്ന് പറഞ്ഞാൽ ചോറ് അല്ലേ, അതുപോലെ തന്നെ കേക്ക്, പിന്നെ ഹലീബ് എന്ന് പറഞ്ഞ പാലാണ്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ജീമാണ്, കേക്കാണ് അല്ലേ. നാലാമത്തെ ചോദ്യം നോക്കൂ. മാദാ റഅൽ ഔലാദു ഫി ജാനിബി ത്വരീഖി. എന്താണ് കുട്ടികൾ വഴിയുടെ അരികിൽ കണ്ടത് എന്നാണ്. മാദാ റഅൽ ഔലാദു എന്താണ് കുട്ടികൾ കണ്ടത്? ഫി ജാനിബി ത്വരീഖി വഴിയരികിൽ. എന്തായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്? അൽ ഫളലാത്തു അല്ലെ, വേസ്റ്റുകളായിരുന്നു. ഇനി അഞ്ചാമത്തെ ചോദ്യം. നിക്തുബു ഉൻവാനൻ ലി ഹാദിഹിൽ ഹിക്കായ. ഈ ഒരു കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ഒൻവാന് കൊടുക്കാനാണ്. എന്താണ് ഒൻവാൻ? തലക്കെട്ട്, ഹെഡിങ് കേട്ടോ. അതിനാണ് നമ്മൾ ഒൻവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥയ്ക്ക് സൂട്ടായിട്ടുള്ളൊരു തലക്കെട്ട് വേണം നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്ത് കൊടുക്കാം? അമലുൻ മിസാലിയുൻ എന്ന് പറയാം അല്ലേ, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയാം. അല്ലെങ്കിലോ അൽ ഔലാദുൽ മിസാലിയൂൻ, മാതൃകാപരമായിട്ടുള്ള കുട്ടികൾ എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കഥയ്ക്ക് ഹെഡിങ് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം നോക്കാം അല്ലേ. നുക്കമ്മിൽ ഹിവാർ. എന്താണ് നുക്കമ്മിൽ ഹിവാർ എന്ന് പറഞ്ഞാൽ? താഴെ കൊടുത്തിട്ടുള്ളതായ കോൺവെർസേഷൻ, സംഭാഷണം പൂർത്തിയാക്കാനാണ് കേട്ടോ. നുക്കമ്മിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർത്തിയാക്കാം എന്നാണ്. അൽ ഹിവാർ, ഹിവാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എന്താണ്? സംഭാഷണമാണ് അല്ലേ. നോക്കൂ. അറാദ് ജാബിർ ഷിറാഅ ബഅദൽ ഖലറവാത്തി വൽ ഫവാക്കിഹി മിനസ്സൂഖി ഫദാറ ബൈനഹു വബൈനൽ ബയ്യാഇ ഹിവാറൻ. എന്താണ് പറയുന്നത്? അറാദ ജാബിറൻ, ജാബിർ ഉദ്ദേശിച്ചു. ഷിറാഅ ബഅദൽ ഖലറവാത്തി വൽ ഫവാക്കിഹി, കുറച്ച് പഴങ്ങളും പച്ചക്കറികളും വാങ്ങിക്കുവാൻ ജാബിർ വിചാരിച്ചു, ജാബിർ ഉദ്ദേശിച്ചു. മിനസ്സൂഖി, അങ്ങാടിയിൽ നിന്നും. അങ്ങനെ ഫദാറ ബൈനഹു, ആ സമയത്ത് അവനും അതുപോലെ തന്നെ വബൈനൽ ബയ്യാഇ, ആ ഒരു കടയിലെ കച്ചവടക്കാരന്, വിൽപ്പനക്കാരനും ഇടയിൽ നടന്ന സംഭാഷണമാണ് നിങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ചോദ്യം മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യേണ്ട, അവിടെ പൂർത്തിയാക്കേണ്ട ചിലതൊക്കെ ഇവിടെ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ യോജിച്ച് വരുന്നത് വെച്ച് കൊടുത്തിട്ട് വേണം അവിടെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. നമുക്കതൊന്ന് എഴുതി നോക്കാം അല്ലേ. ആദ്യം നമുക്ക് എന്ത് എഴുതാം? അൽ ബയ്യാ അസ്സലാമു അലൈക്കും അല്ലേ, ജാബിർ വാലൈക്കും അസ്സലാം. എന്താണ്? ആദ്യം കാണുന്ന സമയത്ത് അവർ പരസ്പരം സലാം പറയാണ്. പിന്നെ മക്കളെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതുപോലെ കോൺവെർസേഷൻ എഴുതാൻ വരികയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഒന്നുകിൽ എന്താണ് സലാം പറയാം, അല്ലെങ്കിൽ സ്വബാഹൽ ഖൈർ അല്ലെങ്കിൽ സ്വബാഹന്നൂർ എന്ന് പറയാം, അല്ലെങ്കിൽ മസാ അൽ ഖൈർ മസാ അന്നൂർ എന്ന് പറയാം കേട്ടോ, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും. അങ്ങനെയാണ് നിങ്ങളൊരു കോൺവെർസേഷൻ തുടങ്ങേണ്ടത് കേട്ടോ. ഇവിടെ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തായിരിക്കും ജാബിർ പറയുന്നത്? വാലൈക്കും അസ്സലാം അല്ലേ. അപ്പോൾ ബയ്യ, വിൽപ്പനക്കാരൻ ചോദിക്കുകയാണ് എന്ത്? തഫല്ലൽ, വരൂ, തഫല്ലൽ വരൂ. അയ്യു ഹിദ്മ, അയ്യു ഹിദ്മ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്, എന്ത് സേവനമാണ് വേണ്ടത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതായത് എന്താണ് വേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ജാബിർ എന്തായിരിക്കും പറയുന്നത്? അവനെന്താണ് വേണ്ടത്? അൽ ഖലറവാത്ത്, അൽ ഖലറവാത്ത് ലൗ സമഹജ് അല്ലേ. എന്താണ്? പ്ലീസ് എനിക്ക് കുറച്ച് പച്ചക്കറികൾ വേണം എന്നാണ് കേട്ടോ. ബയ്യ ചോദിക്കാണ് അയ്യുൽ ഖലറവാത്തിൻ തുരീദു, ഏത് പച്ചക്കറികളാണ് നീ ഉദ്ദേശിക്കുന്നത്? അയ്യുൽ ഖലറവാത്തി പറയുന്ന മറുപടി ഏത് പച്ചക്കറികളാണ് നീ ഉദ്ദേശിക്കുന്നത് എന്നാണ് അല്ലേ. അതായത് ടൊമാത്തിം, എന്താ ടൊമാത്തിം? തക്കാളി. പിന്നെ നിങ്ങൾ അവിടെ 2 പച്ചക്കറികൾ കൂടെ എഴുതി കൊടുക്കണം. നമുക്ക് എന്തൊക്കെ എഴുതാം? ബാദിഞ്ചാൻ അല്ലേ. ബാദിഞ്ചാൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രിഞ്ചാലാണ് അല്ലേ, വഴുതന. ബാമിയ, അതോടൊപ്പം തന്നെ ബാമിയ എന്ന് പറഞ്ഞാൽ വെണ്ട അല്ലേ, ബാമിയ വെണ്ട. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, അതൊക്കെ ഉണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ചോദ്യചിഹ്നം കൊടുത്തിട്ടുള്ളത് കേട്ടോ.
എനിക്ക് തക്കാളിയും അതുപോലെ തന്നെ വഴുതനങ്ങയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും വേണമെന്നാണ്. അപ്പോൾ ബയ്യ എന്തോ ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ആയിക്കൊണ്ട് ജാബിർ പറയുന്നത് നാം അബഇ മൗസത്തൻ വ തുഫാഹത്തൻ വ ബുർത്തഖാനൻ. അതേ, ഞാൻ പഴവും അതുപോലെ തന്നെ തുഫാഹത്ത് എന്താണ്, ആപ്പിളാണ് അല്ലേ, അതുപോലെ ബുർത്തഖാനൻ ഓറഞ്ചും ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ എന്തായിരിക്കും കച്ചവടക്കാരൻ ചോദിക്കുന്നുണ്ടായിരിക്കുക? ഹൽ തുരീദുൽ ഫാക്കിഹ. എന്തായിരിക്കും ആ ഒരു ബോക്സിൽ നോക്കൂ. ഹൽ തുരീദുൽ ഫാക്കിഹ, നീ ഫ്രൂട്ട്സ് ഉദ്ദേശിക്കുന്നുണ്ടോ, അഥവാ നിനക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണോ എന്നാണ് അല്ലേ. അപ്പോഴാണ് ജാബിർ പറയുന്ന മറുപടി, അത് എനിക്ക് പഴവും ആപ്പിളും ഓറഞ്ചും വേണമെന്ന്. അപ്പോൾ വീണ്ടും ബയ്യാ ചോദിക്കുകയാണ്, കം തുരീദു മിന തുഫാഹി, എത്ര ആപ്പിളാണ് നിനക്ക് വേണ്ടത്, അഥവാ എത്ര കിലോ ആപ്പിളാണ് നിനക്ക് വേണ്ടത് എന്നാണ്. അപ്പോൾ എന്തായിരിക്കും പറയുന്ന മറുപടി? അബഇ കിലോ വാഹിദ് ഫഖത്ത്. എന്താണ് അവിടെ ഉത്തരമായിട്ടല്ലേ മറുപടി ആയിട്ട് വരുന്നത്? അബഇ, ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കിലോ വാഹിദിൻ ഫഖത്ത്, ഒരു കിലോയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അൽ ബയ്യാ, അപ്പം എന്നിട്ട് ജാബിർ ചോദിക്കുന്നുണ്ട്, കം റൂബിയ, അല്ലെ എത്ര രൂപയാണ്, അഥവാ ഒരു കിലോന് എത്ര രൂപയാണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ബയ്യാവ് പറയുന്ന മറുപടി എന്താണ്? മിഅത്ത് റൂബിയത്തിൽ കിലോ, ഒരു കിലോക്ക് 100 രൂപയാണ് എന്നാണ്. അപ്പം ജാബിർ പറയാണ്, അഅ്തീനി ബുർത്തഖാൻ, എനിക്ക് നിങ്ങൾ ഓറഞ്ചും തരൂ, ലി 50 റൂബിയ, ഒരു 50 രൂപക്ക് ഓറഞ്ച് തരൂ, വ മൗസൻ ലി 20 റൂബിയ, അതുപോലെ തന്നെ 20 രൂപക്ക് പഴവും തരൂ എന്നാണ്. അപ്പോൾ ബയ്യാ, മിൻ ഫളിക്, ഇതാ ഖുദ് ഹാദൽ കീസ്, നിങ്ങൾ ഈ ഒരു കീസ് എടുക്കൂ, ഇതാ നിങ്ങളുടെ കീസ് ഇതാ എന്നാണ് പറയുന്നത്. അപ്പോൾ ജാബിർ എന്തായിരിക്കും ചോദിക്കുന്നത്? കമിൽ മബ്ലഗ്, എത്രയാണ്, ടോട്ടൽ എത്രയായി എന്നാണ്, ആകെ എത്ര രൂപയായി എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. മബ്ല എന്ന് പറഞ്ഞ ടോട്ടലാണ്. ബയ്യാവ് പറയാണ്, അൽ മബ്ല ഓ മിഅത്താനി വഅർബഊന റൂബിയ, എത്രയായി? 240 രൂപയായി എന്നാണ്. മിഅത്താനി വഅർബഊന റൂബിയ, ആകെ 240 രൂപയായി എന്നാണ്. അപ്പം ജാബിർ പറയാണ്, ഹാത്തിൽ ഫാത്തൂറ, അല്ലേ ബില്ല് തരൂ എന്നാണ്. ഫാത്തൂറ എന്ന് പറഞ്ഞ ബില്ലാണ് കേട്ടോ, ബില്ല് തരൂ എന്നാണ്. അപ്പം ബയ്യാ തഫല്ലൽ, ഒരു ബോക്സിൽ കൊടുത്തിട്ടില്ലേ രണ്ടാമതായിട്ട് തഫല്ലൽ, ഇതാ അല്ലേ, ഇതാ എന്നുള്ള അർത്ഥത്തിലാണ് തഫല്ലൽ എന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ് ആ ഒരു കോൺവെർസേഷൻ പൂർത്തിയാക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കോൺവെർസേഷനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇതുപോലെ ബോക്സിൽ കൊടുത്തിട്ടുള്ളതൊക്കെ വായിച്ച് നോക്കുക. എന്നിട്ട് ഏതൊക്കെയാണ് കറക്റ്റായിട്ടുള്ള പ്ലേസ് വരുന്നത് എന്ന് നോക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു ഡയലോഗൊക്കെ നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ താഴെ വരുന്നതൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം മക്കളെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. അൽ ബയാനാത്തു ഷഖ്സിയ. എന്താണ് ബയാനാത്തു ഷഖ്സിയ എന്ന് പറഞ്ഞാൽ ജീവചരിത്രമാണ് അല്ലേ. നോക്കൂ, കാരണം രാജീവ് ഗാന്ധി റئീസ് വസറാ ഇൽ ഹിന്ദ് സാവ്യ, ഇന്ത്യയുടെ 7ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി എന്നാണ്. രാജീവ് ഗാന്ധി ആയിരുന്നു റئീസ് വസറാ ഇൽ ഹിന്ദ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. എത്രാമത്തെ പ്രധാനമന്ത്രിയാണ്? സാബ്യ, അല്ലെ 7ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. വുലിദ ഫി, അദ്ദേഹം ജനിച്ചത് എന്താണ്? 28 ഓഗസ്റ്റ് 1944, അല്ലെ 1944 ഓഗസ്റ്റ് 28 അദ്ദേഹം ജനിച്ചത്. മുംബൈ, എവിടെയാണ് ജനിച്ചത്? മുംബൈയിലാണ് അദ്ദേഹം ജനിച്ചത്. വാലിദത്തുഹു ഇന്ദിരാഗാന്ധി, അദ്ദേഹത്തിൻ്റെ മാതാവ് ഇന്ദിരാഗാന്ധി ആയിരുന്നു. തസവ്വജ രാജീവ് ഗാന്ധി ബി സോണിയ ഗാന്ധി സെന 1968, 1968 സോണിയാഗാന്ധിയെ രാജീവ് ഗാന്ധി വിവാഹം കഴിച്ചു എന്നാണ്. ലഹു ഇബ്നും വ ബിൻറ്റുൻ, അദ്ദേഹത്തിനൊരു മകനും ഒരു മകളുമുണ്ട്. ഒത്തീല, അവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ടല്ലേ, അദ്ദേഹം കൊല്ലപ്പെട്ടു, അതോ ചതിയിലൂടെ കൊല്ലപ്പെട്ടു, അതിനാണ് ശരിക്കും ഓത്തീല എന്ന് ഉപയോഗിക്കുക കേട്ടോ. രാജീവ് ഗാന്ധി ഫി ബൽദത്തി ശ്രീപെരുമ്പൂർ, ലെമിൻ വിലായത്തി തമിഴ്നാടു, തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് 1991 മെയ് 21 രാജീവ് ഗാന്ധി മരണപ്പെടുന്നത്. അപ്പോൾ രാജീവ് ഗാന്ധിയെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി താഴെ വരുന്ന നോക്കൂ, എന്നാണ് ചോദ്യം കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കൂ. നഖ്റഉ തർജുമത്തുൽ ഹയാത്തി വ നുഈദു ബയാനാത്തി ഷഖ്സിയ്യ ലി രാജീവ് ഗാന്ധി.
മനസ്സിലായല്ലോ. അതായത് മുകളിൽ കൊടുത്തിട്ടുള്ള ഒരു ജീവചരിത്രം വായിച്ചുകൊണ്ട് നഖറഉ നമുക്ക് വായിക്കാം. തർജമത്തുൽ ഹയാത്തി ജീവചരിത്രം വായിക്കാം. വനുഇദ്ദു ബയാനാത്തി ഷഖ്സിയ നിങ്ങൾ ബയോഡേറ്റ തയ്യാറാക്കുവാനാണ് കേട്ടോ. ബയാനാത്ത് ഷഖ്സിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ബയോഡേറ്റയാണ്. രാജീവ് ഗാന്ധിയുടെ ബയോഡേറ്റയാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. നോക്കൂ, അൽ ഇസ്മിൽ കാമിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേരെന്താണ്, പൂർണ്ണ നാമം എന്താണ്, ഫുൾ നെയിം എന്താണ് എന്നാണ്. അപ്പോൾ എന്തായിരിക്കും, രാജീവ് ഗാന്ധി എന്നാണ് അല്ലേ. അപ്പോൾ നമുക്കവിടെ രാജീവ് ഗാന്ധി എന്നെഴുതാം. ഇസ്മുൽ വാലിദ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്തായിരുന്നു എന്നാണ്. ഓക്കെ ടീച്ചർ, ആ ഭാഗം വായിക്കാൻ വിട്ടു പോയിട്ടുണ്ട്. ഫൈറൂസ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. എന്താണ്, ഫൈറൂസ് ഗാന്ധി. മൂന്നാമതായിട്ട് എന്താണ്, ഇസ്മുൽ വാലിദ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേരെന്താണ് എന്നാണ്. എന്താണ് മാതാവിൻ്റെ പേര്, ഇന്ദിരാഗാന്ധിയാണ് അല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾ എന്തെഴുതണം, ഇന്ദിരാഗാന്ധി എന്നെഴുതണം. ഇനി താരീഖുൽ മീലാദാണ്. നിങ്ങൾക്കറിയാലോ താരീഖുൽ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അദ്ദേഹം ജനിച്ച ആ ഒരു ഡേറ്റാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഏതായിരുന്നു, അതായത് 28 ഓഗസ്റ്റ് 1944 ലബം 28 ഓഗസ്റ്റ് 1944 മീലാദിയ 1944 ഓഗസ്റ്റ് 28 കേട്ടോ. മക്കാനുൽ മീലാദ് എവിടെയായിരുന്നു, മുംബൈ ആയിരുന്നു അല്ലേ. നിങ്ങളവിടെ എന്തെഴുതുക, മുംബൈ എന്നെഴുതുക കേട്ടോ. താരീഖുൽ വഫാത്ത് അദ്ദേഹം മരണപ്പെട്ട ഡേറ്റാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. മരണപ്പെട്ട ഒരു തീയതിയാണ്. എന്നായിരുന്നു, 1991 മെയ് 21 അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ അതാണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഇനി അവിടെ താഴെ 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് രാജീവ് ഗാന്ധിയുടെ ഒരു തർജ്ജമ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്നുള്ള 2 ചോദ്യമാണ് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, നുജീബു അനിൽ അസ്ഇലത്തി താലിയ. അപ്പോൾ അതിൽ ഒരു 3ാമത്തെ സെഷനിൽ തന്നെ വരുന്ന 2ാമത്തെ ഒരു ആയിട്ട് കൊടുത്തിട്ടുള്ള ചോദ്യമാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പരീക്ഷ പേപ്പറിൽ ശരിക്കും ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. 1ാമത്തെ ചോദ്യം നോക്കൂ, മസ്മു സൗജത്തി രാജീവ് ഗാന്ധിയുടെ ഭാര്യയുടെ പേരെന്തായിരുന്നു. നമ്മൾ പറഞ്ഞതാണല്ലോ, എന്തായിരുന്നു, സോണിയ ഗാന്ധിയാണ് അല്ലേ. മസ്മു സൗജത്തി രാജീവ് ഗാന്ധി എന്ന് ചോദിച്ചാൽ എന്താണ്, സോണിയ ഗാന്ധി. ഫി ഐ വിലായത്തിനേക്കോ ശ്രീപെരുമ്പത്തൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. വിലായത്ത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്, എവിടെയാണ്, അത് തമിഴ്നാട്ടിലാണ് അല്ലേ. അപ്പോൾ എന്താ അവിടെ ഉത്തരം എഴുതാം, തമിഴ്നാട് എന്നെഴുതാം. മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കൂ, 4ാമത്തെ ചോദ്യം മുദക്കിറ അല്ലെങ്കിൽ മുദക്കിറ തയ്യാറാക്കുവാനാണ്. നഖറഉൽ ഫിഖ്റ വനുഇദ്ദു മുദക്കിറത്തൻ യൗമിയ്യ ബിമുസാഅദതിഹ. നഖറഉൽ ഫിഖ്റ താഴെ കൊടുത്തിട്ടുള്ളതായ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് വനുഇദ്ദു മുദക്കിറത്തൻ യൗമിയ്യ. എന്താണ് മുദക്കിറ യൗമിയ എന്ന് പറഞ്ഞാൽ ഡയറിയാണ് അല്ലേ. ഡയറി എഴുതുവാനാണ് ബിമുസാഅദതിഹ. ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു പാരഗ്രാഫിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു ഡയറി എഴുതുവാനാണ് പറയുന്നത്. ആരുടെ ഡയറിയാണ് എന്നൊക്കെ നമുക്ക് വായിച്ചു നോക്കാം. മുനീറുൻ യഖൂമു മിനൻ നൗമി മുബക്കിറൻ. മുനീർ രാവിലെ നേരത്തെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. മുനീർ യഖൂമു അവൻ എഴുന്നേറ്റു, മിനൻ നൗമി ഉറക്കത്തിൽ നിന്നും, മുബക്കിറൻ നേരത്തെ തന്നെ. എന്നിട്ട് യുനല്ലിഫു അവൻ വൃത്തിയാക്കുന്നു, അൽ അസ്നാന അവൻ്റെ പല്ലുകളെ വൃത്തിയാക്കുന്നു, ബിൽ ഫുർഷത്തി ബ്രഷ് കൊണ്ട്. യുസല്ലി സ്വലാത്ത സുബഹി എന്നിട്ട് സുബഹി നമസ്കരിക്കുന്നു. വയത്തനാവൽ ഫത്തൂറ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. യദ്ഹബു ഇലൽ മദ്രസത്തി സ്വബാഹൻ അല്ലെ രാവിലെ തന്നെ അവൻ മദ്രസയിലേക്ക് പോകുന്നു. അലദ്ദറാജത്തി സൈക്കിളിലാണ് പോകുന്നത് കേട്ടോ. വയദുറുസു ജയീദൻ എന്നിട്ട് അവൻ എന്താണ് നന്നായി പഠിക്കുന്നു. യുസല്ലി സ്വലാത്തൽ ലുഹരി ലൊഹർ നമസ്കാരം നിർവഹിക്കുന്നു. വയർജോ മിനൽ മദ്രസത്തി മസാഅൻ അങ്ങനെ സ്കൂളിൽ നിന്നും വൈകിട്ട് മടങ്ങുകയും ചെയ്യുന്നു. യൽഅബു മഅൽ അസ്തിഖാഇ അവൻ കൂട്ടുകാരോടൊപ്പം കളിക്കുന്നു. ബാദ സ്വലാത്തിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം യക്തുബുൽ വജബാത്തിൽ മൻസിലിയ അവൻ്റെ ഹോം വർക്കുകളൊക്കെ അവൻ ചെയ്യുന്നു, അവൻ എഴുതുന്നു എന്നാണ്. യനാമു ഖബല സഅത്തിൽ ആഷിറ 10 മണിക്ക് മുമ്പായിക്കൊണ്ട് അവൻ ഉറങ്ങുകയും ചെയ്യുന്നു എന്നാണ്.
അപ്പോൾ ഈ ഒരു ഫിഖറ വായിച്ചിട്ട് ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു ഡയറി എഴുതുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഡയറി എഴുതി തുടങ്ങേണ്ടത്? മുനീറുൻ യഖൂമു മിനൻ നൗമി മുബക്കിറൻ എന്നാണ് പറയുന്നത് അല്ലേ. മുനീർ രാവിലെ നേരത്തെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. അപ്പോൾ നമ്മൾ ഡയറി ആകുന്ന സമയത്ത് എങ്ങനെയാണ് എഴുതി തുടങ്ങേണ്ടത്? നോക്കൂ, അവിടെ കൊടുത്തിട്ടുണ്ട്. അന അഖൂമു മിനൻ നൗമി മുബക്കിറൻ, ഞാൻ നേരത്തെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കും അല്ലേ. അന അഖൂമു, ഞാൻ എഴുന്നേൽക്കുന്നു, മിനൻ നൗമി, ഉറക്കത്തിൽ നിന്നും, മുബക്കിറൻ, നേരത്തെ തന്നെ എന്നാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് എന്താണ് എഴുതേണ്ടത് എന്ന് നോക്കൂ. നമ്മൾ ആ പാരഗ്രാഫിലേക്ക് തന്നെ നോക്കും. നിങ്ങൾക്കറിയാലോ, ഡയറി എഴുതുന്ന സമയത്ത് ഞാൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു, അതുപോലെ ഞാൻ പല്ല് തേക്കുന്നു അല്ലേ, ഞാൻ നമസ്കരിക്കുന്നു, അങ്ങനെയല്ലേ പറയാം. അപ്പോൾ ആ ഒരു രൂപത്തിൽ മാറ്റിയിട്ട് വേണം നിങ്ങൾ എഴുതുവാൻ വേണ്ടിയിട്ട് ഒരു പാരഗ്രാഫിന് കേട്ടോ. അപ്പോൾ അത് ഡയറി ആയിട്ട് വന്നോളും. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? യുനല്ലിഫു എന്നുള്ളത് എന്തായിട്ട് മാറും? ഉനല്ലിഫു എന്നായിട്ട് മാറും. ഉനല്ലിഫുൽ അസ്നാന ബിൽ ഫുർഷത്തി അല്ലെ, ഞാൻ ബ്രഷ് കൊണ്ട് പല്ലുകൾ തേക്കുന്നു. പിന്നെ യുസല്ലി എന്നുള്ളത് എന്തായിട്ട് മാറും? ഉസല്ലി സ്വലാത്ത് സുബ്ഹി. വ ഇത്തനാവലു എന്നുള്ളത് എന്തായിട്ട് വരും? അത്തനാവലു എന്നായിട്ട് മാറും അല്ലെ. ഞാൻ കഴിക്കുന്നു, എന്താണ് കഴിക്കുന്നത്? അൽ ഫത്തൂറ, ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് അൽഹബു ഇലൽ മദ്രസത്തി സ്വബാഹൻ അല ദറാജത്തി വ അദ്റുസു ജയ്യിദൻ. അതായത് അടഫിയാല മുലാരി എല്ലാം അവൻ അവൻ എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഞാൻ നമസ്കരിക്കുന്നു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ആ രൂപത്തിലേക്ക് മാറ്റി എഴുതാണ് വേണ്ടത് കേട്ടോ. അതുപോലെ യുസല്ലി സ്വലാത്തൽ ളുഹരി എന്നുള്ളത് എന്തായിട്ട് മാറും? യുസല്ലി സ്വലാത്തൽ ളുഹരി വ അർജിഉ മിനൽ മദ്രസത്തി മസാഅൻ അല്ലേ. അൽഅബു മഅൽ അസ്തിഖാഇ ബഅദ സ്വലാത്തിൽ മഗ്രിബി അക്തുബു അൽ വജബാത്തിൽ മൻസിലിയ അനാമു ഖബ്ല സാഅത്തിൽ ആഷിറ. ആ രൂപത്തിലാണ് ആ ഡയറി നിങ്ങൾ മാറ്റി എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ അവൻ എന്നുള്ളിടത്തേക്ക് നമ്മൾ എന്ത് പറയണം? ഞാൻ എന്നാക്കിയിട്ട് മാറ്റിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ആ രൂപത്തിലാണ് നിങ്ങൾ ഡയറി തയ്യാറാക്കേണ്ടത് കേട്ടോ. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. അല്ലായിഹാത്ത് അല്ലെ. ലായിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോർഡുകളാണ്. നൊയ്ദുൽ ലായിഹാത്ത്, നമുക്ക് ചില ബോർഡുകൾ തയ്യാറാക്കാമെന്നാണ്. അസ്മത്തുൽ മുൻതദ അൽ അറബിയ അലായദാദിൽ ലായിഹാത്ത് ബി മുനാസിബത്തിൽ യോമുൽ ആലമി ലിസ്സിഹ നൊയ്ദുൽ ലായിഹാത്തി ബിത്തർതീബിൽ കലിമാത്ത്. അസ്മത്തുൽ മുൻതദ അൽ അറബിയ, അറബി ക്ലബ്ബ് തീരുമാനിച്ചു അലായദാദിൽ ലായിഹാത്ത്, ചില ബോർഡുകൾ തയ്യാറാക്കുവാൻ, ബി മുനാസിബത്തിൽ യോമിൽ ആലമി ലിസ്സിഹ, അതായത് ലോക ആരോഗ്യ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ചില ബോർഡുകൾ തയ്യാറാക്കുവാൻ അറബി ക്ലബ്ബ് തീരുമാനിച്ചു എന്നാണ്. നൊയ്ദുൽ ലായിഹാത്തി, നമുക്ക് ആ ഒരു ബോർഡുകൾ തയ്യാറാക്കാം. ബി തർത്തീബിൽ കലിമാത്ത്, അവിടെ കൊടുത്തിട്ടുള്ള പദങ്ങളെ ഓർഡർ ആക്കിക്കൊണ്ട് നമുക്ക് ആ ഒരു ബോർഡുകൾ തയ്യാറാക്കാം എന്നാണ്. നോക്കൂ, അല ഹാഫിദ് അന്നലാഫ അല്ലേ, അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഹാഫിൻ അലന്നലാഫ അല്ലേ, നിങ്ങൾ വൃത്തിയെ സൂക്ഷിക്കൂ. ഹാഫിൻ അലന്നലാഫ, വൃത്തിയെ സൂക്ഷിക്കൂ എന്നാണ്. പിന്നെ രണ്ടാമത് നോക്കൂ. അൽഫമ യാസിൽ വല്യദൈനി, എന്താണ് നമ്മൾ എഴുതേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ കൈയും വായും വൃത്തിയാക്കൂ എന്നാണ്. അപ്പോൾ എന്ത് പറയാം? യാസിൽ അൽഫമ വല്യദൈനി എന്ന് പറയാം. അല്ലെങ്കിൽ യാസിൽ ഓക്കെ, യാസിൽ അൽഫമ വല്യദൈനി എന്നാണ് വരിക. ഒന്നാമത്തെ നോക്കൂ. ലിസ്ഹിഹത്തി യൗമുൻ ആലമിയുൻ അസാബിയോ ഏപ്രിൽ അല്ലെ, ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? അതിനെങ്ങനെ ഓർഡർ ആക്കാൻ പറ്റും? അസാബിയോ ഏപ്രിൽ യൗമുൽ ആലമി ലിസ്ഹിഹ കേട്ടോ. അസാബിയോ ഏപ്രിൽ യൗമുൻ ആലമിയും ലിസ്ഹിഹ എന്നായിരിക്കും. പിന്നെ മുളിറുൻ അത്തദ്ഖീനു ലിസ്ഹിഹത്തി, തദ്ഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലഹരിയാണ് അല്ലേ. ലഹരി എന്താണ്? അത് ആരോഗ്യത്തിന് ഉപദ്രവകരമാണ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? അത്തദ്ഖീനു മുളിറുൻ ലിസ്സിഹ കേട്ടോ. അങ്ങനെയാണ് അത് ഓർഡർ ആക്കി എഴുതേണ്ടത്. അതുപോലെ തന്നെ മാ ഉൻ ഇഷ്റബു നഖിയൻ, ശുദ്ധമായിട്ടുള്ള നല്ല വെള്ളം നിങ്ങൾ കുടിക്കൂ എന്നാണ് പറയേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും? ഇഷ്റബു, നിങ്ങൾ കുടിക്കൂ, മാ അൻ നഖിയൻ അല്ലെ, ശുദ്ധമായിട്ടുള്ള വെള്ളം നിങ്ങൾ കുടിക്കൂ. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ ആ ഒരു ബോർഡുകളെ ഓർഡർ ആക്കി എഴുതേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ.
ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ. അൽ മൻലൂം ഒരു മൻലൂമാണ് അല്ലെ, ഒരു കവിതയാണ്. നുൻഷിദുൽ മൻലൂമ വനക്തിഷ്ഫിൽ അബിയാത്തിൽ മുനാസിബ ലിത്തസ്രീഹാത്തിൽ താലിയ. നുൻഷിദുൽ മൻലൂമ അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു കവിതയുണ്ടല്ലോ, അത് പാടി നോക്കാനാണ്. വനക്തിഷ്ഫു എന്നിട്ട് നമുക്കതിൽ നിന്ന് കണ്ടെത്താം. അൽ അബിയാത്തിൽ മുനാസിബ യോജിച്ച വരികൾ കണ്ടെത്തുവാനാണ്. ലിത്തസ്രീഹാത്തിൽ താലിയ താഴെ കൊടുത്തിട്ടുള്ളതായ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്ന വരികൾ കണ്ടെത്താനാണ്. അഥവാ താഴെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്പോൾ ആ ഒരു അർത്ഥത്തിനോട് ഏകദേശമൊക്കെ യോജിച്ച് വരുന്ന വരികൾ ഇവിടെ ഏതാണ് എന്ന് വെച്ചാൽ നിങ്ങളത് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ചോദ്യം മനസ്സിലായോ? അപ്പോൾ ആദ്യം നമുക്ക് ഈ മൻലൂമിൻ്റെ അർത്ഥം എന്താണ് എന്ന് നോക്കാം. യാ അബി അൻത ഹബീബി അൻത അഹ്ലുൽ മക്റൂമാത്തി. അല്ലെ, യാ അബി എൻ്റെ ഉപ്പ, അൻത ഹബീബി നിങ്ങൾ എന്താണ്, എനിക്ക് പ്രിയപ്പെട്ടവനാണ്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്. അൻത നിങ്ങൾ, അഹ്ലുൽ മക്റൂമാത്തി ധാരാളം മക്റൂമാത്തുകളുള്ള, അതായത് ആദരവുകളുള്ള ആളുകളാണ് അല്ലേ, ധാരാളം ശ്രേഷ്ഠതകളുള്ള ആളാണ് എന്ന് പറയാം അല്ലേ. അൻതത്തസ്ആലി ലിസുറൂരി അൻതത്തഷ്കാലിൻ നജാഹി. എന്താണ് പറയുന്നത്? അൻതത്തസ്ആ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. ലിസുറൂരി എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അൻതത്തഷ്കാ നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്. ലീനജാതി എൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ട് അല്ലേ. വലി ഉമ്മി എൻ്റെ ഉമ്മയ്ക്കുണ്ട്. കുല്ലു ഫദലിൻ എല്ലാ ശ്രേഷ്ഠതയും എൻ്റെ ഉമ്മയ്ക്കുണ്ട്. ഫഹിയ റോഹി അവരാകുന്നു എൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. വാഹയാത്തി എൻ്റെ ജീവിതം എന്ന് പറയുന്നതും എൻ്റെ ഉമ്മയാണ്. അൻതുമാ നിങ്ങൾ രണ്ടു പേരും ലൗ ഉസ്സമായി എൻ്റെ ആകാശത്തിലെ പ്രകാശങ്ങളാകുന്നു. കന്നുജൂമുസാത്തി ഉയർന്നു നിൽക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെ എന്നാണ് കേട്ടോ. ലക്കുമാ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും മാ ഇഷ്ടുഹുബി വാ ദുആഇ ഫി സ്വലാത്തി എന്താണ്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം എൻ്റെ സ്നേഹവും എൻ്റെ പ്രാർത്ഥനയും ഉണ്ടാകും. ഫി സ്വലാത്തി എൻ്റെ നമസ്കാരത്തിൽ എന്നാണ്. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള മൽനൂം. ഇനി നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള തസ്രീഹാത്തുകൾ നോക്കാം. ഒന്നാമത്തെ നോക്കൂ. അൽ വാലിദു അഹ്ലു കുല്ലിൽ മക്റൂമാത്ത് ഉപ്പ അല്ലെ, പിതാവ് എന്ന് പറയുന്നത് എല്ലാ ആദരവുകൾക്കും ഉടമയാകുന്നു, എല്ലാ ആദരവുകളും ഉള്ളവനാകുന്നു എന്നാണ്. ഏതായിരുന്നു ആ ഒരു വരി, ആ ഒരു അർത്ഥം വരുന്ന വരി എവിടെയായിരുന്നു? യാ അബി അൻത ഹബീബി അൻത അഹ്ലുൽ മക്റൂമാത്തി. കണ്ടല്ലോ, ഒന്നാമത്തെ വരിയാണ് അല്ലേ, അൻത അഹ്ലുൽ മക്റൂമാത്ത്. അപ്പോൾ അതാണ് നിങ്ങൾ അതിൻ്റെ നേരെ താഴെ എഴുതേണ്ടത്. രണ്ടാമത്തെ നോക്കൂ. അൽ ഉമ്മു വൽ അബു മിസ്ലൻ നുജൂമി ഫിസ്സമായി ഉമ്മയും ഉപ്പയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാണ് എന്നാണ്. ആ ഒരു ആശയം വരുന്ന വരി ഏതായിരുന്നു? അൻതുമാ ലൗ ഉസ്സമായി കെന്നുജൂമിസ്സാത്തി ആത്തി അല്ലെ, നാലാമത്തെ വരിയാണ്. നിങ്ങൾ രണ്ടുപേരും എൻ്റെ ആകാശത്തിലെ പ്രകാശങ്ങളാകുന്നു, ഉയർന്നു നിൽക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെ എന്നാണ് അല്ലേ. മൂന്നാമത്തെ നോക്കൂ. അന അദ്ഉലി ഉമ്മി വലി അബി ഫിസ്വലാത്തി ഞാൻ നമസ്കാരത്തിൽ എൻ്റെ ഉമ്മക്കും ഉപ്പക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ്. അതേതായിരുന്നു? ലക്കുമാമ ഇഷ്തുഹുബി വാ ദുആഇ ഫി സ്വലാത്തി അല്ലെ, അവസാനത്തെ വരിയാണ് അല്ലേ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്താണ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവും അതുപോലെ തന്നെ നമസ്കാരത്തിൽ എൻ്റെ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും എന്നാണ്. നാലാമത്തെ നോക്കൂ. അൽ അബു ഇസ്ആലി സുറൂരിൽ വലതി വനജാതിഹി ഒരു പിതാവ് തൻ്റെ മകൻ്റെ സന്തോഷത്തിനും വിജയത്തിനും വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ്. ഏതായിരുന്നു ആ ഒരു ആശയം വരുന്ന വരി അവിടെ വന്നിട്ടുണ്ടായിരുന്നത്? രണ്ടാമത്തെ വരിയാണ് അല്ലേ. അൻതത്തസ് ആലി സുറൂരി അൻതത്തഷ്കാലി നജാത്തി നിങ്ങൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടി പരിശ്രമിക്കുകയും എൻ്റെ വിജയത്തിന് വേണ്ടി പ്രയാസം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് അല്ലേ. ഇനി അവസാനത്തേത് നോക്കൂ. അൽ ഉമ്മ റൂഹിൻ വാഹയാച്ചൻ ഉമ്മ എന്ന് പറയുന്നത് എൻ്റെ ആത്മാവും അതുപോലെ എൻ്റെ ജീവിതവുമാണ് എന്നാണ്. ഏതായിരുന്നു ഈ ഒരു ആശയം വരുന്ന വരി വന്നിട്ടുണ്ടായിരുന്നത്? മൂന്നാമത്തെ വരി നോക്കൂ. വലി ഉമ്മി കുല്ല ഫലിൻ ഫഹിയ റൂഹി വാഹയാത്തി എന്നാണ് അല്ലേ.
അപ്പം ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ വരികയാണ് എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും അർത്ഥം മനസ്സിലാവണമെന്നൊന്നുമില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ എങ്ങനെ കണ്ടെത്തും? അപ്പോൾ നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ആശയത്തിൽ വരുന്ന ഏതെങ്കിലുമൊക്കെ പദങ്ങൾ ആ ഒരു കവിതയുടെ വരിയിലൊക്കെ വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഉത്തരം കണ്ടെത്തിയിട്ട് എഴുതാൻ പറ്റും. മക്കളെ ഇൻഷാ അല്ലാ ഇതോടുകൂടി ഈ ചോദ്യപേപ്പർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി മാർക്ക് വാങ്ങിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ആ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അതുപോലെ തന്നെ ഇത്തരം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.